പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വിജയം ആഗ്രഹിക്കുന്നവരാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ നല്ല വിജയം ഉണ്ടാവാനും അതേപോലെ തന്നെ അത് ബറക്കത്തുണ്ടാവാനൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. നിത്യമായി 7 സൂറത്തിനെ നമ്മൾ പതിവാക്കണമെന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല പോലത്തെ മഹാന്മാർ പറഞ്ഞത് കാണാം. ഫത്തുൽ മുഈനിലൊക്കെ ഇതെടുത്ത് പറയുന്നുണ്ട്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ 7 സൂറത്ത് അവൻ പതിവാക്കേണ്ടതുണ്ടെന്നാണ്. എല്ലാ സൂറത്തും കഴിവിൻ്റെ പരമാവധി സൂറത്തുകളൊക്കെ നമ്മൾ ഓതാൻ ശ്രമിക്കുക എങ്കിൽ കൂടിയും 7 സൂറത്ത് അവൻ പതിവാക്കി കൊണ്ട് നടക്കുക. എന്നാൽ ഒരുപാട് വിജയം അവൻ്റെ ജീവിതത്തിലുണ്ടാവും. അത് നിത്യം വേണം. സമയങ്ങൾ നമുക്ക് തീരുമാനിക്കാം. ഇപ്പം എല്ലാം കൂടെ ഒരു സമയത്ത് ചെല്ലാൻ നമുക്ക് കഴിഞ്ഞോളണമെന്നില്ല. അപ്പം സമയങ്ങൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാൻ കഴിയുമെങ്കിൽ കൂടിയും 7 സൂറത്ത് നമ്മൾ പതിവാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. സൂറത്തിൽ ഒന്ന് സൂറത്ത് യാസീനാണ്. യാസീൻ സൂറത്ത് ഓതാൻ ഏറ്റവും നല്ലത് സുബഹി നിസ്കാര ശേഷമാണ്. കഴിയുന്നവർക്ക് അങ്ങനെ ഓതാം. ഇനി അതല്ല, ആ ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഓതാൻ പറ്റുമെങ്കിൽ അപ്പോൾ ഓതാനും ശ്രമിക്കാവുന്നതാണ്. ഒന്ന് സൂറത്ത് യാസീൻ. രണ്ടാമത്തെ സൂറത്ത് സജദയാണ്. അത് പകൽ ഓതാൻ പറ്റുമെങ്കിൽ പകൽ, അല്ലെങ്കിൽ രാത്രി, ഏത് സമയത്തും ഓതാം. നമുക്ക് എപ്പോഴാണോ അതിനൊഴിവ് കിട്ടുന്നത് ആ സമയത്ത് നമുക്ക് ഓതാവുന്നതാണ്. 3 സൂറത്ത് ദുഹാൻ സൂറത്ത് ഓതുക. എല്ലാ സൂറത്തിനും പ്രത്യേകതകളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഓതേണ്ട സൂറത്തുകൾ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്: യാസീൻ, സജ്ദ, ദുഹാൻ. മറ്റൊന്ന് സൂറത്തുൽ വാഖിയയാണ്. വാഖിയ ഓതാൻ ഏറ്റവും നല്ലത് മഗ്രിബ് ഇശാന്റെ ഇടയിലാണ് സൂറത്തുൽ വാഖിയ. അതേപോലെ തന്നെ സൂറത്തുൽ തബാറക മഗ്രിബ് ഇശാന്റെ ഇടയിൽ ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓതുക. അതല്ലെങ്കിൽ സുബഹിക്ക് ശേഷം ഓതാവുന്നതാണ്. ഇനി രണ്ടും അല്ലാത്തൊരു സമയമേ നമുക്ക് ഒഴിവുള്ളുവെങ്കിൽ ആ സമയത്ത് നമുക്ക് ഓതാം. ഈ സൂറത്തുകൾ ഓതേണ്ടതാണ്. അതേപോലെ തന്നെ സൂറത്തു സിൽസില, ഇദാ സുൽസിലത്തുൽ അർളു സിൽസാലഹ എന്ന് പറഞ്ഞ സൂറത്ത്, ആ സൂറത്ത് നമ്മൾ നിത്യമായി ഓതണം. ഒരുപാട് ഗുണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. മറ്റൊന്ന് സൂറത്തു തകാസുറാണ്. അൽഹാക്കുമു തകാസുർ എന്ന സൂറത്ത്. അങ്ങനെ ഇപ്പം മൊത്തം 7 സൂറത്തുകളെ പറ്റി പറഞ്ഞു: യാസീൻ, സജദ, ദുഹാന്, പിന്നെ വാഖിയ, തബാറക, സിൽസില, തകാസുർ. ഈ 7 സൂറത്തും നമ്മൾ നിത്യമായി ഓതുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് തിരഞ്ഞെടുത്ത് നമുക്ക് ഓതാം. എപ്പോഴാണോ സമയം കിട്ടുന്ന ആ സമയത്ത് നമ്മൾ ഓതുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യം നമുക്കുണ്ടാകും. പ്രയാസങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത നല്ല ഒരു ജീവിതം നമുക്ക് നയിക്കാൻ കഴിയും. നല്ല അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ബറക്കത്ത് ചൊരിഞ്ഞു തരുന്ന ദിവസങ്ങളാക്കി നമുക്ക് ദിവസങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും ഇതൊക്കെ പതിവാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അത് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് പറയാം, ഓതാൻ പറ്റാത്ത ആളുകൾ, ഇപ്പോൾ ഖുർആൻ ഓതാൻ പറ്റാത്ത അശുദ്ധിയുള്ള ആളുകൾ ആ സമയങ്ങൾ ഓതേണ്ടതില്ല. അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇത് ഓതാവുന്നതാണ്. ഇനി സ്ഥിരമായി ദിക്ർ എന്ന രൂപത്തിൽ ഓതുന്ന ആളുകളാണെങ്കിൽ, സ്ഥിരമായി അങ്ങനെ പോരുന്ന ആളുകൾക്കാണെങ്കിൽ അത് പറ്റും. അത് മറ്റു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. ഏതായിരുന്നാലും നമ്മൾ നിത്യ ജീവിതത്തിൽ ഇതൊക്കെ പകർത്താൻ ശ്രമിക്കുക. അതിലൊരുപാട് ഭാഗ്യം നമുക്ക് കിട്ടും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ.